കേരളത്തിൽ കായിക മേഖല അവഗണന നേരിടുന്നുവെന്ന വിമർശനത്തിന് ഒളിമ്പ്യൻ അഞ്ജു ബോബി ജോർജിന് മറുപടിയുമായി കായിക മന്ത്രി വി അബ്ദുറഹ്മാൻ. സ്പോർട്സ് പോളിസി നടപ്പിലാക്കിയ സംസ്ഥാനം കേരളമാണെന്നും ഇതുവരെ 5000 കോടി കായിക വകുപ്പിൽ നിന്ന് ചെലവഴിച്ചെന്നും മന്ത്രി. അഞ്ജുവിനെതിരെ സ്പോർട്സ് കൗൺസിൽ അധ്യക്ഷൻ യു ഷറഫ് അലിയും രംഗത്തെത്തിയിരുന്നു. അഞ്ജു ബോബി ജോർജിനെ കടുത്ത ഭാഷയിലാണ് കായിക മന്ത്രി വി അബ്ദുറഹ്മാന്റെ മറുപടി. കേരളത്തിൽ നിന്ന് വളർന്നു വന്ന അഞ്ജു അത് മറന്ന് പ്രസ്താവനകൾ ഇറക്കരുതെന്നും അഭിപ്രായങ്ങൾ പറയുന്നതിന് പിന്നിൽ സ്വാർത്ഥ താല്പര്യമുണ്ടാകുമെന്നും മന്ത്രി. കേരളത്തിൽ നിന്നും വളർന്നു വന്ന ഒരു കായിക താരമാണ്. അപ്പോൾ അത് മറന്നുകൊണ്ട് ഏതെങ്കിലും കസേരയിൽ ഇരുന്നിട്ട് പ്രസ്താവിക്കലല്ല, താഴേക്ക് വരണം. പിന്നെ ഇത്തരത്തിൽ അഭിപ്രായം പറയുക എന്നുള്ളത് വേറെ മറ്റെന്തെങ്കിലും അവർക്ക് സ്വാർത്ഥ ലാഭങ്ങൾ ഇതിലുണ്ടോ എന്ന് എനിക്കറിയില്ല. മുതിർന്ന കായിക താരങ്ങളിൽ നിന്നും അഭിപ്രായം തേടിയാണ് കായിക രൂപരേഖ തയ്യാറാക്കിയതെന്നും അഭിപ്രായ രൂപീകരണ യോഗങ്ങളിലേക്ക് വിളിച്ചാൽ വരണമെന്നും മന്ത്രിയുടെ കുറ്റപ്പെടുത്തൽ. നിങ്ങളെ ഇതിന് ക്ഷണിക്കുമ്പോൾ നിങ്ങൾ ആ സെമിനാറുകളിൽ വരണം, ആ വർക്ക്ഷോപ്പുകളിൽ വരണം. അത്തരം വർക്ക്ഷോപ്പുകളിൽ എടുത്ത തീരുമാനമാണ് കേരളത്തിൽ നമ്മൾ കായിക പോളിസി അടക്കമുള്ള കാര്യങ്ങൾ നടപ്പിലാക്കിയിട്ടുള്ളത്. കായിക വകുപ്പിൽ നിന്ന് ഇതുവരെ 5000 കോടി ചെലവഴിച്ചെന്നും സ്പോർട്സ് പോളിസി നടപ്പിലാക്കിയ സംസ്ഥാനം കേരളമാണെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. അഞ്ജുവിനെതിരെ സ്പോർട്സ് കൗൺസിൽ അധ്യക്ഷൻ യു ഷറഫ് അലിയും രംഗത്തെത്തി. ബംഗളൂരുവിലിരുന്ന് കേരളത്തിലെ കാര്യങ്ങൾ പറയുന്ന അഞ്ജുവിന്റെ നിലപാടിനെ ഷറഫ് അലി ന്യൂസ് മലയാളം ഹലോ മലയാളത്തിൽ കടന്നാക്രമിച്ചു. ഒരു കായിക താരം എന്നുള്ള നിലക്ക് കേരളത്തിന്റെ യഥാർത്ഥ കായിക പ്രശ്നങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കാതെ വിവരക്കേട് വിളമ്പരുതെന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. അവരുടെ അക്കാഡമി എവിടെയാണ്? ബാംഗ്ലൂരിലാണ്. കേരളത്തിനോട് സ്നേഹമുണ്ടായിരുന്നുവെങ്കിൽ അവരുടെ അക്കാഡമി കേരളത്തിലല്ല നടത്തേണ്ടത്. കേരളത്തിൽ സ്പോർട്സിനെ അവഗണിക്കുകയാണെന്നും സ്പോർട്സ് കൗൺസിൽ പ്രവർത്തനരഹിതമാണെന്നുമായിരുന്നു അഞ്ജു ന്യൂസ് മലയാളത്തിലൂടെ വിമർശിച്ചത്. സ്പോർട്സ് ഡെസ്ക്, ന്യൂസ് മലയാളം.